ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ കപ്സയുടെ റെസിപ്പിയാണ്. അതും നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ കപ്സ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ കപ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോഗ്രാം ചിക്കൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ റൈസിന്. ഇനി ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇത് ചൂടായിട്ടുള്ള ഓയിലിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലുള്ള നമ്മുടെ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുക. ഇതുപോലെ ആയി വരണം കേട്ടോ. ഇപ്പോൾ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 പച്ചമുളക് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാഗിയുടെ എക്സ്ട്രാ ടേസ്റ്റ് 1 ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഉണക്കനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കപ്സ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എത്രയാണോ ചിക്കനൊക്കെ എടുക്കുന്നത്, റൈസൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ മാറ്റം വരുത്തണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു അളവിലേ ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഒരു മസാല ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ ഉള്ളൂ കേട്ടോ ചിക്കനിൽ ആ ഒരു ഫ്ലേവറും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം മാഗി എക്സ്ട്രാ ടേസ്റ്റിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. ഇനി നമുക്കിതിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ റൈസിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു മസാല പിടിച്ചോളും. ഇനി ചിക്കനിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമല്ല. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പിന് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ റൈസിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഞാനിവിടെ 1.5 കപ്പ് ബസുമതിയുടെ സെല്ല റൈസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അത് നന്നായിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫാക്കി കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുക്കർ തുറക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പതുക്കെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്